നമ്മൾ പ്രൊഡക്ഷൻ്റെ ചെയ്യുന്നത് ഇവിടാണ്. നമ്മൾ സ്റ്റോക്ക് ട്രാൻസാക്ഷനകത്ത് നമ്മളിവിടെ പ്രൊഡക്ഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം റോ മെറ്റീരിയലാണോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അത് എൻട്രി ചെയ്യാനുള്ള ഒരു സ്ക്രീനാണിത്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഇഷ്യൂസിൽ പോവുക, റിക്വസ്റ്റഡ് ബൈ ആരാണ് റിക്വസ്റ്റ് ചെയ്തത്, റിലീസ് ചെയ്തത് ആരാണ്, നമ്മൾ എന്തൊക്കെ റോ മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം റോ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില്ലി പൗഡർ ഒരു 100 കിലോ, ഒരു 50 കിലോ യൂസ് ചെയ്തിട്ടുണ്ടാവും. മസാല ചിലപ്പോൾ ഒരു 10 കിലോ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രീനാണിത്. അപ്പോൾ നമ്മൾ ഐറ്റം മാസ്റ്ററിനകത്ത് ഫസ്റ്റ് റോ മെറ്റീരിയൽ എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ഫ്ലാഗിൽ നമ്മളിവിടെ ഇൻവെൻട്രി പോയി കഴിഞ്ഞാൽ, ഐറ്റം മാസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റോ മെറ്റീരിയൽ ഉള്ളി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ടിക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഐറ്റംസ് ഇവിടെ വരും. അപ്പോൾ നമ്മളിപ്പം ചില്ലി പൗഡർ, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു എക്സാമ്പിളിൽ ചുമ്മാ ഒരു ഐറ്റം അടിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ റോ മെറ്റീരിയലെല്ലാം നമ്മൾ വേറൊരു സ്റ്റോറിലാണ് യൂസ് ചെയ്ത് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോർസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ സ്റ്റോർ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്തത്, അതിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്രയാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ 900 ക്വാണ്ടിറ്റി കോസ്റ്റായി. അപ്പോൾ തന്നെ അടുത്ത ഐറ്റംസ് എന്താണ് യൂസ് ചെയ്തത്, അതായത് പർട്ടിക്കുലർ നമ്മളിപ്പോൾ മിക്സറാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. നമ്മൾ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം റോ മെറ്റീരിയലാണ് യൂസ് ചെയ്തത് അതെല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ എൻ്റേഡ് ബൈ ആരാണ് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ഇഷ്യൂ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റ് മാറ്റി കൊടുത്താൽ നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റും. ഓരോ ദിവസവും എന്തെല്ലാം മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ളത്. പിന്നെ നമ്മൾ വൺസ് നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഇഷ്യൂസ് എല്ലാം എൻ്റർ ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇവിടാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. അവിടെ പോയിട്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കാം. 500 ഗ്രാം മിക്സർ പാക്കറ്റ് ഇൻറ്റു 50 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ. നമുക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടി ഇടുന്നേ ഉള്ളൂ. ഏത് ഡേറ്റിനാണോ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തത്, ഡേറ്റ്, ടൈം. ഇവിടെ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ പേര്, ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു. ബാച്ച് ഉണ്ടെങ്കിൽ ബാച്ച് കൊടുക്കാം, ഏതെങ്കിലും പർട്ടിക്കുലർ ബാച്ച് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതിന് എക്സ്പയറി ഉണ്ടെങ്കിൽ എക്സ്പയറി കൊടുക്കാം. ഏത് സ്റ്റോറിലേക്കാണോ ഇത് ഈ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കേണ്ടത് ആ സ്റ്റോർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഞാനൊരു 50 പാക്കറ്റ് ഉണ്ടാക്കി. ഓക്കെ, 50 പാക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാക്കറ്റിന് എത്ര കോസ്റ്റായി അത് നമ്മളിവിടെ എൻ്റർ ചെയ്യാം, 4 dirhams. ഓക്കെ, അപ്പോൾ ടോട്ടൽ 50 പാക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 200 dirhams കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 50 പാക്കറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഞാനിത് എൻ്റേഡ് ബൈ ഇയർ നമ്മളിവിടെ സേവ്. ഇവിടെ പ്രൊഡക്ഷൻ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡേറ്റിലും നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ 50 പ്രൊഡക്റ്റ് നമ്മൾ, അതായത് നമ്മൾ 500 ഗ്രാം സ്പൈസി ഇന്ത്യൻ മിക്സർ 50 പാക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ റിപ്പോർട്ട് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ പ്രിൻ്റ് എടുക്കാം. നമുക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാം. ഇങ്ങനെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഇതായി, എത്ര കോസ്റ്റ് ആയി എന്നുള്ളതെല്ലാം നമുക്കിവിടെ പ്രിൻ്റ് എടുത്ത് വെക്കാം. ഇനി നമ്മളതിൻ്റെ സ്റ്റോക്കിൽ പോയി നോക്കുക. ഐറ്റം മാസ്റ്ററിൽ പോയി ഇവിടെ ബാക്കി അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ 50 ക്വാണ്ടിറ്റി വന്നു. അതായത് നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് 50 ക്വാണ്ടിറ്റി വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് പാർട്ട് കാണുന്നുള്ള ഈ സ്റ്റോക്ക് ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 ഡേറ്റിനിടയ്ക്ക് വേണ്ട എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. പ്രൊഡക്ഷന് ഓക്കെ 50 ക്വാണ്ടിറ്റി 50 പാക്കറ്റ് ഉണ്ടാക്കി. ഇവിടെ 100 പാക്കറ്റ് ഉണ്ടാക്കി. അതിന് കോസ്റ്റ് ഇതാണ് വരുന്നത്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഇതാണ് വരുന്നത്. നമ്മൾ ഈ ഒരു 50 പാക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 200 dirhams ചിലവായിട്ടുണ്ട്. ഇത് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 351 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 180 ആണ്. അതായത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ ഒരു കോസ്റ്റിനാണ് ഉണ്ടാക്കിയിട്ട് നമ്മളിത് വിറ്റ് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഐറ്റം മാസ്റ്ററിലെ സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ടോട്ടൽ ഇത്രയും പ്രോഫിറ്റ് നമുക്കിവിടെ ഉണ്ട്.
ഓക്കെ. പിന്നെ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂസ്, നമ്മൾ 2 ഡേറ്റിനിടയ്ക്ക് എന്തെല്ലാം മെറ്റീരിയലാണ് ഇഷ്യൂ ചെയ്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ്, അതൊന്നും നമ്മൾ ഇതിനകത്ത് വരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മളതിന് റോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആയിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അതായത് എത്ര സ്റ്റോക്ക് നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ ഇത് എൻ്റർ ചെയ്യുന്ന ഇവിടെ. പിന്നെ അതിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ ഇവിടെ കിട്ടും.